ഈജിപ്തിനെതിരെ നിർണായകമായ മത്സരത്തിനൊരുങ്ങുകയാണ് അർജന്റീന. ഇന്ന് രാത്രി 9:30-നാണ് അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെയായിരിക്കും ഈ പോരാട്ടത്തെ നോക്കിക്കാണുക. കഴിഞ്ഞ മത്സരത്തിൽ കേപ്പ് വെർദെയോട് നിലവിലെ ലോക ചാമ്പ്യന്മാർ വീർത്തുകൊണ്ടാണ് വിജയിച്ചത്. അതായത് വമ്പൻ പോരാട്ടത്തിനൊടുക്കം മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിലാണ് വിജയം നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ അർജന്റീനക്കെതിരെ മറ്റൊരു ആഫ്രിക്കൻ ടീമാണ് കളിക്കാനെത്തുന്നത്. ടീമിൽ വലിയ മാറ്റങ്ങളുമായിട്ട് തന്നെയാണ് പരിശീലകനായ സ്കലോണി ഇന്ന് അർജന്റീനയെ ഗ്രൗണ്ടിലേക്ക് വിടാൻ പോകുന്നത്. കേപ്പ് വെർദെക്കെതിരായുള്ള പാഠങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വമ്പൻ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് സ്കലോണി ഇന്ന് ഈജിപ്തിനെ നേരിടാനൊരുങ്ങുകയാണ്. മധ്യനിരയിൽ ലിയാൻഡ്രോ പെരഡസും മുന്നേറ്റ നിരയിൽ ലൗത്തറോ മാർട്ടിനസിന് പകരം ഹൂലിയൻ അൽവരസും ടീമിലേക്ക് എത്തിയത് ആരാധകർക്ക് വളരെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇന്നെല്ലാം പുറമെ ലിയണൽ മെസ്സി തുടർച്ചയായ 4 മത്സരത്തിലും ഗോളടിച്ചു കൊണ്ടിരിക്കുകയാണ്. അർജന്റീന ആരാധകർക്കും ടീമിനും സന്തോഷിക്കാൻ വകയുള്ള ഒരു കണക്ക് മെസ്സിയുടെ പക്കലുണ്ട്. അതായത് ആഫ്രിക്കൻ ടീമുകൾ ലിയണൽ മെസ്സിയുടെ വേട്ടാമൃഗമാണ്. ലിയോ മെസ്സി 6 ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് നിലവിൽ കളിച്ചിട്ടുള്ളത്. അതിൽ അൾജീരിയക്കെതിരെ 3 ഗോളുകൾ, ആംഗോളക്കെതിരെ 1 ഗോൾ, മൗറിറ്റാനിയക്കെതിരെ ഗോൾ നേടാൻ സാധിച്ചില്ല, നൈജീരിയക്കെതിരെ 3 ഗോളുകൾ, സാംബിയക്കെതിരെ 1 ഗോൾ, കഴിഞ്ഞ ദിവസം നടന്ന കേപ്പ് വെർദെക്കെതിരെ 1 ഗോളുകൾ. അതായത് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ലിയണൽ മെസ്സിയുടെ ഗോളടി മികവിന് ആക്കം കൂടുകയാണെന്നർത്ഥം. ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ ലിയണൽ മെസ്സി 13 ഗോൾ കോൺട്രിബ്യൂഷനുകളാണ് നൽകിയിട്ടുള്ളത്. 11 ഗോളുകളും 2 അസിസ്റ്റുകളും. ഇപ്പോൾ ഇതാ ലിയണൽ മെസ്സിയുടെ മുന്നിൽ മറ്റൊരു ആഫ്രിക്കൻ ടീം ഈജിപ്താണ്. ഇന്നും മെസ്സിയുടെ ഗോളടി മികവിന് ഒരു കോട്ടവും പറ്റാതെ ഈജിപ്തിനെ ലിയോ മെസ്സി ഗോളിൽ മുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അർജന്റീന ആരാധകനുമുള്ളത്. മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലിയോണൽ മെസ്സിയെ പൂട്ടാൻ ഈജിപ്തിനാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽവരസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൂലിയൻ ഫോമിലേക്ക് ഉയർന്നാൽ അർജന്റീനക്ക് അത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. ഏതായാലും കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് നൗ.